ഈ ഒരു എപ്പിസോഡിൽ സ്റ്റാറ്റയിലെ ചില ബേസിക് കമാൻഡുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി എൽപ് എന്ന കമാൻഡിനെ പരിചയപ്പെടാം. എൽപ് എന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കമാൻഡാണ്. സ്റ്റാറ്റയിലെ മറ്റുള്ള ഏതൊരു കമാൻഡിനെ കുറിച്ചും അത് എന്തിനാണ്, എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെൽപ്പ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ റിഗ്രഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നു. സ്റ്റാറ്റയിൽ എങ്ങനെ റിഗ്രഷൻ നടത്തും? റിഗ്രസ് എന്നുള്ള കമാൻഡാണ് സ്റ്റാറ്റയിൽ ഉപയോഗിക്കുക എന്നത് ഗൂഗിൾ സെർച്ചിലൂടെയോ മറ്റെങ്ങനെയോ നമുക്ക് ആദ്യമേ അറിയാം. അപ്പോൾ ഇനി ആ റിഗ്രസ് എന്നുള്ള കമാൻഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുക, അതിൽ എന്തൊക്കെ വ്യത്യസ്ത ഓപ്ഷനുകൾ നമുക്ക് നൽകാൻ കഴിയും എന്നതിനെ കുറിച്ച് അറിയണമെങ്കിൽ ഹെൽപ്പ് റിഗ്രസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. തെളിഞ്ഞു വരുന്ന വിൻഡോയിൽ റിഗ്രസ് എന്നുള്ള കമാൻഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുക, അതിനുള്ള വ്യത്യസ്ത ഓപ്ഷനുകൾ, ഉദാഹരണങ്ങളൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ടാകും. രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്ലിയർ ഓൾ എന്നുള്ള കമാൻഡാണ്. ഇപ്പോൾ സ്റ്റാറ്റയുടെ മെമ്മറിയിലുള്ള എല്ലാ ഡാറ്റയും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ഓൾ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും സ്റ്റാറ്റയിൽ ഓൾറെഡി ഒരു ഡാറ്റ അപ്ലോഡഡ് ആണ്. ഇനി ഈ ക്ലിയർ ഓൾ എന്നുള്ള കമാൻഡ് റൺ ചെയ്താൽ ഈ ഡാറ്റ എല്ലാം അപ്രത്യക്ഷമാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ബോർഡ് ക്ലീൻ ചെയ്യുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും സ്റ്റാറ്റയിൽ ഒരു പുതിയ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ഡാറ്റയും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ഓൾ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് cd എന്നുള്ള കമാൻഡിനെ പരിചയപ്പെടാം. ചേഞ്ച് ഡയറക്ടറി എന്നാണ് ഈ കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കമാൻഡിന്റെ ശേഷം ഒരു ഫോൾഡർ ലൊക്കേഷൻ നൽകിയാൽ പിന്നീട് എന്തെങ്കിലും സേവ് ചെയ്യുകയാണെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് ആ ഫോൾഡറിലേക്കായിരിക്കും സേവ് ചെയ്യപ്പെടുക. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ലൊക്കേഷൻ നൽകിയാൽ ഇനി ശേഷം ഞാൻ എന്തെങ്കിലും സ്റ്റാറ്റയിൽ സേവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോൾഡറിലേക്കായിരിക്കും അത് ഡീഫോൾട്ട് ആയിട്ട് സേവ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ലൊക്കേഷൻ രണ്ട് ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിലായിട്ടാണ് നൽകേണ്ടത്. ഈ ഒരു ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഫോൾഡറിന്റെ പ്രോപ്പർട്ടീസിൽ പോയാൽ നമുക്ക് ഈ ഒരു ലൊക്കേഷന്റെ ആ റൂട്ട് നമുക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റാറ്റയിൽ എങ്ങനെയാണ് ഡാറ്റ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡാറ്റ വ്യത്യസ്ത എക്സ്റ്റൻഷനിലായിരിക്കും സേവ് ചെയ്തിരിക്കുക. എക്സൽ ഫോർമാറ്റിൽ സേവ് ചെയ്ത ഡാറ്റയ്ക്ക് .xls അതുപോലത്തെ എക്സ്റ്റൻഷൻ ആയിരിക്കും ഉണ്ടാകുക. അതുപോലെ സ്റ്റാറ്റയിൽ സേവ് ചെയ്യപ്പെട്ട ഡാറ്റയ്ക്ക് .dta എന്നുള്ള ഫോർമാറ്റാണ്. .dta ഫോർമാറ്റിലുള്ള ഡാറ്റ അപ്ലോഡ് ചെയ്യാൻ യൂസ് എന്ന് കമന്റ് കൊടുത്തതിന് ശേഷം ഡാറ്റയുടെ ലൊക്കേഷനും പേരും നൽകിയാൽ നമുക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ ലൊക്കേഷൻ നൽകി, അതിനുശേഷം ലൊക്കേഷന് ശേഷം ഇതാണ് ഡാറ്റ ഫയലിന്റെ പേര് iakr74fl.dt എന്നതിന് ശേഷം കോമ ക്ലിയർ. എന്തെങ്കിലും മുമ്പ് സ്റ്റാറ്റയിൽ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ .clear എന്നുള്ള ഒരു കമാൻഡ് കൊടുത്തിരിക്കുന്നത്. ഇത് റൺ ചെയ്താൽ ഇവിടെ ഡാറ്റ അപ്ലോഡ് ചെയ്തതായി കാണിക്കും. ഇനി .dta ഫോർമാറ്റിലുള്ള ഡാറ്റ അല്ല, ഇനി ഒരു എക്സലിലുള്ള ഡാറ്റയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ ഇമ്പോർട്ട് എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഇമ്പോർട്ട് എക്സൽ, പിന്നെ ഡാറ്റയുടെ ലൊക്കേഷനും ഇതാണ് ഡാറ്റ ഫയലിന്റെ പേര്. പിന്നെ എക്സലിൽ കുറെ ഷീറ്റുകൾ ഉണ്ടാവും. ആദ്യ ഷീറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സലിലുള്ള ഫസ്റ്റ് റോ വേരിയബിൾ പേരായിട്ട് കൊടുക്കണം എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു ഡാറ്റ ഉണ്ട്, അത് ക്ലിയർ ചെയ്തിട്ടാണ്, അത് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഈ ഡാറ്റ ഇമ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ ക്ലിയർ എന്ന് ഓപ്ഷൻ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്രൗസ് എന്ന കമാൻഡിനെ കുറിച്ചാണ്. ബ്രൗസ് എന്നോ അല്ലെങ്കിൽ br എന്ന ചുരുക്കത്തിലും ആ കമാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. ബ്രൗസ് എന്ന കമാൻഡ് യൂസ് ചെയ്താൽ നമുക്ക് അപ്ലോഡ് ചെയ്യപ്പെട്ട ഡാറ്റ കാണാൻ കഴിയും എന്നുള്ളത്.